ബൈനോക്കുലർ ടോക്സിൻ്റെ ഒരു തിരുവനന്തപുരം യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഇത് മ്യൂസിയം. ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, മ്യൂസിയം ഉണ്ട്, സൂ ഉണ്ട്, പിന്നെ ഈ പണ്ട് രാജാക്കന്മാർ വേണമെന്ന കനക്കൂന്ന് കൊട്ടാരത്തിൻ്റെ ബാക്കി ഭാവങ്ങളും ബാക്കി സംഭവങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ ഇവിടെ നടക്കാൻ ഒത്തിരി പേരൊക്കെ നടക്കുന്ന കണ്ടില്ല. നമ്മുടെ അച്യുതാനന്ദനൊക്കെ നടന്ന് ഫേമസ് ആക്കിയ സ്ഥലങ്ങൾ ഇവിടെ നടക്കാമെന്ന് നമുക്ക് കണ്ട് മ്യൂസിയമൊക്കെ ഒന്ന് കണ്ടുവരാം. പടപടേന്ന് കണ്ടുവരാം. എന്തായാലും ഇവിടെ വന്ന് ഈ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ഒരാൾ ഒഴിവാക്കലാത്തൊരു സ്ഥലമാണല്ലോ. മ്യൂസിയമൊക്കെ എല്ലാവരും പോയി കണ്ടിട്ടുണ്ടാവും, സൂം കണ്ടിട്ടുണ്ടാവും. എങ്കിലും നമുക്കൊന്ന് കണ്ടു നോക്കാം. വാ, നമ്മളെ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ അടുത്ത് വരുമ്പോൾ തന്നെ അങ്ങോട്ട് വരുന്നതിന് മുമ്പേ ഉണ്ട് ഇവിടെ ഒരു ശ്രീ തിരുനാൾ സ്മാരകം. എനിക്ക് തോന്നുന്നു എല്ലാത്തിൻ്റെയും ടിക്കറ്റ് അവിടെ നിന്ന് തന്നെ കിട്ടുന്നതെന്ന് തോന്നുന്നു. ഹിസ്റ്ററി മ്യൂസിയം ഉണ്ട്, കുറേ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓഡിറ്റോറിയം, ക്യാൻറ്റീന്, അങ്ങോട്ടൊക്കെ പോകുന്നത് ഡയറക്ടർ കയ്യിലും, പിന്നെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റ്, എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. 11 മണിയായപ്പോൾ നല്ല തിരക്കായി കേട്ടോ. വാ, ഇവിടെ എൻട്രി, സൂവിൻ്റെ എൻട്രി. ടിക്കറ്റ് കിട്ടിയാ ഇപ്പോൾ 60 രൂപ. അപ്പോൾ നമുക്ക് എൻട്രി അങ്ങോട്ട് കയറാം. ഇവിടെയാണ് എൻട്രി. അങ്ങനെ നമ്മള് സൂവിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നല്ല വൈബാട്ടോ, നല്ല അടിപൊളിയായിട്ടാണ് കയറുന്നത്. നമ്മൾ കാണുന്നത് കാട്ടുപോത്താണ്. കാട്ടുപോത്ത് മോശമില്ലാത്ത രീതിയിലുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ, കൊമ്പൊക്കെ നല്ല പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. രാവിലെ ഷാപ്പാടൊക്കെ കഴിഞ്ഞ് റെസ്റ്റിലാണ്. സിംഹവാലിനെ കാണാമോ? ഇതിനെയാണ് നമ്മളവിടെ ഇവിടെ പോയപ്പോൾ കണ്ടത്, ഓർമ്മയുണ്ടോ? വാൽപ്പാറ ഇഷ്ടം പോലെ ഉണ്ട്. 2 പേരെ ഉള്ളൂ. ഇത് ഇതായി കഴിഞ്ഞാൽ ചടിപ്പോയെന്നൊക്കെ പറഞ്ഞല്ലേ. അവൻ ഇച്ചിരി വലുതാ, ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. വാ, കാട്ടുപോത്തിന്റെ ഭവനം വലിയ ഗംഭീര ഭവനം കേട്ടോ. പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടൂല്ലേ? പിള്ളേർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത്. ഇങ്ങനെ തടിയും എല്ലാം ഒരേ കളറാണ്. ബംഗാൾക്കുരം കൊണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല, മരമായതുകൊണ്ട്. അല്ല, മരത്തിന് സെയിം കളർ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. കണ്ടായിരിക്കും, 2 പേരുണ്ട് കേട്ടോ, അതേ സെയിം കളറാ. മരത്തിന് കുറച്ച് കറുത്ത പെയിന്റ് അടിച്ച് വെച്ചാൽ അവർക്ക്. അഫ്ഗാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, ബർമ്മ, തായ്ലാന്റ്, സദേൺ ചൈന, ടിബറ്റ് എന്നിവിടങ്ങളിൽ കാണുന്നു. ഈ കാണുന്ന മരമാണ് കേട്ടോ കുന്തിരിക്കം. ഇത് യമുവിന്റെ കുട്ടികളാ കേട്ടോ. 3 പേരുണ്ട്. 3 കുട്ടികൾ. ആണോ? മൂങ്ങ ഇവിടെ ഇരിപ്പുണ്ട് വലുത്. ആണോ? എന്തി കണ്ടായിരിക്കും. ഇത് ഗിനി. മെടുക്കാൻ അവൻ ഫോക്കസ് ആക്കി. ഇവിടെ ഒന്നുമില്ല. കാലി ആമസോൺ തത്ത ഭഗവാനെ എങ്ങനെ കാണും? മുകളിലിരിപ്പുണ്ട്, സൈഡിലുണ്ട്, പക്ഷെ കാണാൻ പറ്റും. ആമസോൺ തത്ത ബാക്കിയൊക്കെ കാര്യം കേട്ടോ. അത്രേ ഉള്ളു തത്തുമ്മ. വാ, മക്കാവു ആണോ? മക്കാവു പറഞ്ഞു കേട്ടോ. ഇവിടെ ഇത്തിരി മുഴുത്ത പറഞ്ഞെടുത്തുണ്ട്. ഷാലറ്റോ? സ്കാർലറ്റ്. അവനെ ഇത്തിരി ഭംഗിയിട്ടാണ് അല്ലേ? ഇത്തിരി വലിപ്പം ഉണ്ടല്ലേ? ഇതാണോ സ്കാർലറ്റ്? സ്കാർലറ്റ് മക്കാവു. അവന് പേരില്ല. പാം കൊക്കാറ്റു. ഇതാണ് കേട്ടോ പാം കൊക്കാറ്റു. കാണാവോ? ആ വെളുത്ത സാധനമാണ് ഇരിക്കുന്നത്. പാം കൊക്കാറ്റു. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ബാ, താട്ടിറങ്ങി നോക്കാം. ഹനുമാൻ കുരങ്ങ് അല്ല, ഹനുമാൻ കുരങ്ങുന്നുണ്ട്, പക്ഷെ പേര് മാത്രമേ ഉള്ളൂ. വെള്ളിമൂങ്ങയാണ്, പക്ഷെ കിട്ടത്തില്ല. അത്രയും വലിയ കൂടുതൽ ഊപ്പറാച്ചി 2 വെള്ളിമൂങ്ങ കൊണ്ടിട്ട് കാണാൻ.
ആണ്ടാ അവിടെ ഇരിപ്പുണ്ടോ പാടാ എളുപ്പമാ. കടൽപ്പരന്ത്, ബംഗാൾ കഴുകൻ, ഈ രണ്ടുപേരാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത്. ഒരാൾ ഉയരെ ഇരിപ്പുണ്ട്, അതായിരിക്കും കടൽപ്പരന്ത്. ആ ബംഗാൾ കഴുകനെ കാണാം ബാ. വാട രണ്ടുപേരും കിട്ടൂടോ ഒരു ഫ്രെയിമിൽ. കാണുന്നുണ്ടോ? ബംഗാൾ കഴുകൻ ആണ്ട സാറില്ല. സാർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാലും വെള്ളമൊക്കെ കുടിക്കാൻ സെറ്റപ്പിൽ ഇരിക്കുക കേട്ടോ. നല്ല വലിപ്പമുണ്ടല്ലേ ഇതിന്? നല്ല വലിപ്പമുണ്ട് അല്ലേ? നല്ല രസമുണ്ട് കാണാൻ അല്ലേ? ഇവൻ ഇത്രയും ബോഡിയും വെച്ച് ഇവന് പറക്കുന്നല്ലേ, ഇത്രയും വെയിറ്റും വെച്ച്. വലിപ്പം ഉണ്ടാവുള്ളൂ, കനം ഉണ്ടാവില്ല. കനം ഉണ്ടാവില്ല. ആ ഇവിടെ ഒരാളിരിപ്പുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അതും ഇഷ്ടപ്പെട്ടു അല്ലേ? ആ ബാ. എങ്ങനെയുണ്ട് ബംഗാൾ കഴുകാൻ? ചിറക് വിരിച്ചിരിക്കണ ഇത് മൊത്തം വിരിച്ചേക്കുന്നുള്ളൂ. ഒരു 2 മീറ്റർ ഉണ്ടാവട്ടെ നീളം, 2 മീറ്റർ. ഒരു ചിറകിൻ്റെ ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ ഒരാള് അവിടെ ഇരിപ്പുണ്ട്. ഇതുണ്ടോ? ഉമ്മ രണ്ടാണ് ഇതിനകത്ത് അന്തേവാസികൾ. അങ്ങോട്ട് പോകണ്ട. ഇത് മീൻ മുതല. പാരം 150-181 കിലോ വരെ, 4.65 സെന്റിമീറ്റർ നീളം. ആഹാരം മാംസവും. ജീവിത കാലയളവ് 40 തൊട്ട് 60 വർഷം. മുട്ട വരെയുള്ള സമയം 60 to 80 ദിവസം കേട്ടോ. പക്ഷെ സംഭവം കിടപ്പുണ്ട്, വാ പൊളിച്ച് ഒരു കിടപ്പുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല. എടാ വെള്ളരിവാൾക്കൊക്കെ ഉണ്ട്, ചായാമുണ്ടിയുണ്ട്, പാതിരാക്കൊക്കെ ഉണ്ട്, കുളക്കൊക്കെ ഉണ്ട്, ചാരമുണ്ടിയുണ്ട്, ചേരക്കോഴിയുണ്ട്, വെൺകുതുമ്പനുണ്ട്. ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഇവിടെ ഒരു ബോർഡറുണ്ട്. പുള്ളിച്ചുണ്ടൻ, വാൽനായ്ക്കൻ, വെള്ളത്തൊപ്പി താറാവ്, കറുത്ത അരയണ്ണം, നീലക്കോഴി, വർണ്ണക്കൊക്ക്, ചുള്ളൻ എരണ്ട. ഇത്രയും സാധനം ഇതിനകത്തുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ബോറടിക്കുമ്പോൾ തുഴയാനായിരിക്കും അല്ലേ? ഓരോ വെറൈറ്റി സാധനങ്ങൾ കളിക്കുന്നല്ലേ? ഇതൊരു വെറൈറ്റി അല്ലേ? അതെ, അതുണ്ടോ? അവന്റെ ഡിസൈനറാ. അവന്റെ ചുണ്ടും തലയുടെ മുകൾവശവും വാലിന്റെ പുറകുവശവും പിങ്കും, ബാക്കിയൊക്കെ വൈറ്റും ബ്ലാക്കും അല്ലേ? ഉമ്മ ഒരു പാണ പോലത്തെ കൊക്ക കേട്ടോ ഉമ്മറെ. അവിടെ നേരെ മരം നിറച്ചോ. ഈ കൊക്കിനെ വെച്ചേക്കുന്നതിന്റെ തൊട്ടടുത്ത് ടോയ്ലറ്റ് സംവിധാനം ഉണ്ട് കേട്ടോ. ബാ, ഇനി ഇവിടെ നമുക്ക് അങ്ങോട്ട് അടങ്ങാം. നീർനായ ഏഷ്യയിലെമ്പാടും കാണപ്പെടുന്നു. അരുവികൾ, പുഴ, തടാകങ്ങൾ. എടാ നമ്മുടെ മറ്റേ സാധനമില്ലേ, മറ്റേ ആക്രമിക്കും എന്ന് പറഞ്ഞ സാധനം വെള്ളത്തിൽ 4 മുതൽ 10 വർഷം വരെ ജീവിക്കും. 57 സെന്റിമീറ്റർ 90 സെന്റിമീറ്റർ വരെ നീളം, 7 കിലോ വരെ വളരും കേട്ടോ. ആഹാരം മാംസബുക്കാണ് പറഞ്ഞത്. നമ്മുടെ നീർനായ നമ്മുടെ സ്വന്തം. കണ്ടിട്ടില്ലേ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞില്ലേ ഡോൾഫിനാണെന്ന് പറഞ്ഞ് മറ്റേ ഫോട്ടോ വെച്ച് പൊങ്ങിയെന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം മറ്റേ ഇട്ടൊക്കെ തന്നിട്ടില്ലായിരുന്നു. ഇതാണത് നീർനായ. ആ ലുക്കൊക്കെ അടിപൊളിയല്ലേ? മുഖത്തിനൊക്കെ വേറെ ഷേപ്പല്ലേ? വാല് നോക്കി, വാല് നല്ല ബലമുള്ളത്, കട്ടിയുള്ള പോലെ. ഇപ്പോൾ കൈയൊക്കെ താറാവിൻ്റെ ഒക്കെ പോലെ അല്ലേ? എല്ലാം ചേർത്താ വെച്ചേക്കുന്നത് അല്ലേ? ശരിക്കും പറയാം വെള്ളത്തിലേക്ക് കീരി. രോഗം ഇല്ലെന്നേ ഉള്ളൂ. സെയിം കീരിയുടെ മുഖമാണ്. പന്നിക്കരടി, തേൻകരടി. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക എന്നിവിടെ കാണപ്പെടുന്നു. ആൺകരടിക്ക് 80 കിലോ തൊട്ട് 145 കിലോ വരെ ഭാരം വരും. പെൺകരടിക്ക് 55 തൊട്ട് 105 വരെ. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ഇണയേരിയയും ഡിസംബർ, ജനുവരി മാസങ്ങളിൽ പ്രസവിക്കുകയും ചെയ്യുന്നു. 210 ദിവസത്തെ ഗർഭകാലം. ശരാശരിയായി 45 വർഷം. ഇതിനോട് ഒരു വെള്ളം വീഴുന്നുണ്ടോ? മിസ്റ്റ് ഇട്ടേക്കുന്നുണ്ട്. വളരെ ലൈറ്റ് ആയിട്ട് കാണാൻ പറ്റുമോ? ഇവിടെ ഒന്ന് കാണാൻ നോക്കാം. സ്പ്രിംഗ്ലർ ആട്ടോ, ചെറിയ സ്പ്രിംഗ്ലർ, നൈസായിട്ട് വീഴുന്നത്. ഇച്ചിരി ദൂരം മേളിലാണ് നിൽക്കുന്നത് കേട്ടോ. ഒരെണ്ണം അതിൻ്റെ അപ്പുറത്തും ഉണ്ട്. പക്ഷെ നായ വലിപ്പമുണ്ടല്ലേ?
നല്ല വലുതാ. നല്ല വലുപ്പം. അതിന്റെ തൊട്ടടുത്ത് തന്നെ, അതിന്റെ പുറകിൽ തന്നെയാണ് അതും കേട്ടോ. അതിന് ഒരെണ്ണത്തിന് കൈ അതിന്റെ മേളിൽ ഇരിക്കുന്നത് കേട്ടോ. കണ്ടോ ഇരിക്കുന്നത്? അത് കുഞ്ഞാന്ന് തോന്നുന്നു. ആ പുറകിലുള്ളത് അതെ, അതിന്റെ കൈ അത് കണ്ടോ, കുട്ടപ്പുറം കയറിക്കുന്നു. കുട്ടപ്പുറം കയറി ഇനി ഇരിക്കണ്ട. നല്ല സുന്ദരല്ലേ? കുറേ ഉണ്ട് കേട്ടോ. കുഞ്ഞിത് അങ്ങ് മേളിലാണ് നിൽക്കുന്നത്. ഈ കൂടല്ല ഒരുമാതിരി രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അല്ലേ. വെള്ളക്കോഴി, ലേഡി ആംസെറ്റ് ഫെൻഡ്, ക്രൗൺ പീജിയൻ, പിന്നെ വെള്ളക്കോഴി. ഇത് വെള്ളിക്കോഴി, മറ്റേത് വെള്ളക്കോഴി. ഇത് വെള്ളിക്കോഴി, നക്ഷത്ര ആമ എല്ലാം ഉണ്ട്. പക്ഷെ ഒറ്റ ഒരെണ്ണം നമുക്ക് കിട്ടൂല കേട്ടോ. നടന്ന് കാണാൻ പാടുള്ളവർക്ക് ഇങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ. അതില് ബഗ്ഗിയുണ്ട്, ബഗ്ഗി. സിംഹം ഇന്ത്യയിലെ ഗീർ വനങ്ങളിൽ കാണപ്പെടുന്നു. 126, 278 ഭാരം, നീളം 2.4, ആഹാര രീതി മാംസമുക്ക്, ഗർഭകാലം 150 ദിവസം, ജീവിതകാലയളവ് 18 തൊട്ട് 30 വർഷം വരെ. രാവിലെ ഭാര്യയോട് പിണങ്ങി വന്നാൽ ഒന്ന് കിടപ്പുണ്ട്. കാണാമോ? രാവിലെ വീട്ടിൽ നിന്ന് പിണങ്ങി വന്നാലും ഒന്ന് കിടപ്പുണ്ട്. ഒരു ഇതുമില്ല. നല്ല വലിപ്പമുണ്ടല്ലേ? പിന്നെ മണം അല്ലേ അതിൻ്റെ ആയിരിക്കും അല്ലേ ഈ മുഷിക്ക് മണം അടിക്കുന്നത് അല്ലേ? എന്തായാലും നല്ല വലിയൊരു കൂടല്ലേ? നല്ല ഭംഗിയുടെ ഒരു കൂടാ കേട്ടോ. അവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, പ്രവേശനമൊന്നുമില്ല. അവിടെ എല്ലാം പണി നടക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് എവിടം വരെ വന്നു. ഓ, ഈ തടാകത്തിൽ ഇപ്പുറത്ത് വന്നോളല്ലേ? എൻ്റെ മോനെ ഇനി ഒരു മണിക്കൂർ കൂടെ കാണുമല്ലോ. ബാ, ആഫ്രിക്കയിൽ കാണുന്നു. ഭാരം 1.45 ടൺ, നീളം 2 മണിക്ക്, ഗർഭകാലം 8 മാസം, ആഹാര സസ്യബുക്ക്, ജീവിതകാലയളവ് 40-61 വർഷം. എന്നെ അടിപൊളിയാന്ന് നോക്കി. വെള്ളത്തിലൊക്കെ കിടന്ന് നല്ല മുഴുമുഴാന്നായിരിക്കും അല്ലേ? അങ്ങോട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ. ഒരു ശരീരത്തിൽ ചേരാത്ത അവൻ്റെ ഒരു വാല്, കുഞ്ഞൊരു വാല്. ട്രാക്സിന് ടയർ ഇട്ടോലെ പോകും അല്ലേ, മറ്റേ ട്രാവലറിന് ടയർ ഇട്ടോലെ കുഞ്ഞാൻ്റെ കാലും. ശരിയല്ലേ? തല കണ്ടോ? തലയും മോയും കണ്ടോ? ആ തടിയുടെ അറ്റം കണ്ടോ? മുതലയുടെ വാ പോലെ ഉണ്ട്. അല്ല, പോലെ ഉണ്ടെന്നല്ല, മുതലയുടെ വായാണ് ചെയ്ത് വെച്ചേക്കണത്. ഇപ്പൊ അടുത്ത് വളർന്നാന്ന് തോന്നല്ലേ? നടന്നു അടുത്ത് ഞാൻ അവിടെ വന്നിരിക്കാം. ഇവിടെ അടുത്ത് വന്നു. മ്ലാവാണോ മാനാണോ? മ്ലാവായിരിക്കുമല്ലോ. മ്ലാവ് ആവശ്യം പോലുണ്ട്. ഇത് നമ്മുടെ ഇവിടെ ഇന്ത്യൻ ഭൂഖണ്ഡം, തെക്ക് കിഴക്കൻ ഏഷ്യ എല്ലായിടത്തും കാണുന്നുണ്ട്. ഭാരം 100 മുതൽ 350 കിലോ വരും. 1.62 സെന്റിമീറ്ററും 2.7 മീറ്ററും വരെ പൊക്കം വരും. ആഹാര രീതി സസ്യഭുക്ക്, ജീവിത കാലയളവ് 20-26 വർഷം. ഒരു വൃത്തിയില്ലല്ലേ? ഒരു നാശിഞ്ഞ് കിടക്കല്ലേ അവിടെ. ചെളിക്കത്ത് കിടന്ന് മെഴുകുന്നു നോക്കി. കൊമ്പേ കോരി തലവഴി ഇടുന്നു. ചട്ടുകത്തിന് കോരി ജീവിയാന്ന് തോന്നുന്നു. ഇവിടെ ബ്രൗൺ ട്രിയ തെക്കേ അമേരിക്കൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പക്ഷി വിഭാഗത്തിൽപ്പെടുന്നു. ആൺപക്ഷി കൂട് നിർമ്മിക്കുന്നു. 7 തൊട്ട് 10 ദിവസങ്ങൾ. പെൺപക്ഷി 5 വരെ മുട്ടകൾ നിക്ഷേപിക്കുന്നു. ആൺപക്ഷി മുട്ടയ്ക്ക് അടയിരിക്കുന്നു. മുട്ട വരെ 38 ദിവസം എടുക്കുന്നു. 13 വർഷം വരെ ജീവിക്കും. ഓടുമ്പോൾ ചിറകുകൾ ശരീരം ബാലൻസ് ചെയ്യുന്നതിനും ദിശ മാറ്റുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. ഏകദേശം എമുന്റെ ഒരു ഷേപ്പ് അല്ലേ? ഓസ്ട്രിച്ച് അല്ലേ? പക്ഷെ എമു അല്ല. ഇഷ്ടപ്പെട്ട വേറെ സാധനം കൃഷ്ണമൃഗം. ഇന്ത്യ, നേപ്പാൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. 20 തൊട്ട് 57 വരെ ഭാരം വരും. 120 സെന്റിമീറ്റർ വരെ പൊക്കം വരും. ഗർഭകാലം 6 മാസം. ആകാരരീതി സസ്യബുക്ക്, ജീവിത കാലയളവ് 10 അല്ലെങ്കിൽ 15 വർഷം. കൃഷ്ണമൃഗം കാണാൻ ലുക്ക് ഉണ്ടല്ലേ? കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ സാധനം വെച്ചാൽ തോന്നുന്നില്ല, മറ്റേ രാജാവ് മറ്റേ മ്യൂസിയത്തിനകത്ത് മറ്റേ ഫ്രൂട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചേക്കണത്. ആ മാതിരി കൊമ്പാണല്ലോ, പിരിപിരിപിരാന്നിരിക്കുന്നു. കാട്ടുപോത്ത് സൗത്ത് ഏഷ്യയിൽ കാണപ്പെടുന്നു. ഭാരം 600-1500 കിലോ. ഗർഭകാലം 275 ദിവസം. ആഹാര രീതി സസ്യബുക്ക്, ജീവിത കാലയളവ് 30 വർഷം. കാട്ടുപോത്ത്. ബാഹുബലിക്കകത്ത് മറ്റേ ലവൻ നിൽക്കുന്നുണ്ടോ?
വളഞ്ഞ് നമ്മൾ ഏത് ജിമ്മിലാണോ പോകുന്നത്? ഇമ്മാതിരി കട്ടിങ്സ് പുറത്തൊക്കെ വരാം അല്ലേ? ഡിമാൻ ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ കാണുന്നു. ഭാരം 25 തൊട്ട് 75 കിലോ വരെ വരും. നീളം 1.7 മീറ്റർ ദൂരെ വയ്ക്കും. ഗർഭകാലം 210 ദിവസം അല്ലെ 220 ദിവസം. ആഹാര രീതി സസ്യബുക്ക്. ജീവിത കാലയളവ് 9 തൊട്ട് 11 വർഷം വരെ ജീവിക്കും. എങ്ങനെയുണ്ട്? വല്ല കാണാമോ? എല്ലാത്തിനും ഈ മണ്ണിന്റെ കളറായതുകൊണ്ടേ അവിടെ കിടക്കാൻ മനസ്സിലാവുന്നില്ല. അപ്പുറത്ത് വന്നിട്ട് കുഞ്ഞു സാധനം പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒക്കെ ഉണ്ട്. ഇങ്ങനെ തുറന്നു വിട്ടേക്കുന്ന വെള്ളം. ഇവർക്ക് കുടിക്കാനും കുളിക്കാനൊക്കെ ആയിരിക്കും. അത് ഈ വെള്ളം വെറുതെ വേസ്റ്റായി പോലെ. ബട്ടയും പരവട്ടോ കേട്ടോ. എല്ലാം തോലുമായി. യമു ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്നു. 30 തൊട്ട് 55 കിലോ വരെ വെയിറ്റ് വെക്കും. ഉയരം 1.5 1.9 മീറ്റർ വരെ. മുട്ട വിരിയാൻ എടുക്കുന്ന സമയം 8 ആഴ്ച. ആഹാര രീതി മിശ്ര ബുക്ക്. ജീവിത കാലയളവ് 10 തൊട്ട് 20 വർഷം വരെ. അവൻ ഒന്നിച്ച് പിരിഞ്ഞു പോയോ? പുലിപ്പുലി, ലെപ്പേഡ് പാകിസ്ഥാൻ, നോർത്ത് ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ തെക്ക് കിഴക്കൻ ഏഷ്യ രാജ്യങ്ങളിൽ കാണപ്പെടുന്നു. 50 തൊട്ട് 77 വരെ ഭാരം വരും. നീളം 1.6 2.3 മീറ്റർ വരെ വരാം. ആഹാരരീതി മാംസബുക്ക്. ജീവിത കാലയളവ് 30 വർഷം. ഡേ ഒരു ബഹുമാനമൊക്കെ വേണ്ടേ ഡേ? എൻ്റെ പോക്ക് കണ്ടോ? കമ്പിളിയൊക്കെ പതിച്ചു. നീ ഒന്നുമില്ലൊരു പുലിയല്ലേ? അതെ. ഒരുത്തം തിരിച്ചു പോന്നു. 3 അവന്മാരുണ്ട് കേട്ടോ. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ഭാരം 140 300 കിലോ വരെ വരും. 2.4 മീറ്റർ നീളം 3.3 മീറ്റർ. ആഹാരരീതി മാംസബുക്ക്. ജീവിതകാലം 18 തൊട്ട് 25 വർഷം വരെ. അത് സിംഹിയാണ്, സിംഹി. ഇത് ഈ കിടക്കുന്നതാണ് ബംഗാൾ കടുവ. സാറ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് റെസ്റ്റിലാണ് അല്ലേ? ബംഗാൾ കടുവല്ലേ? ആ മെലിഞ്ഞിരിക്കുന്നല്ലേ? ഹൈന ഹൈന. ഓഹ് എന്നാ അല്ലേ? മൊത്തത്തിൽ അവൻ്റെ ഒരു ഷേപ്പ് നോക്കി. അവൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ പട്ടിയെ പോലെ ഇരിക്കും അല്ലേ? രൂപവും ഭാവവും കളറും ഒക്കെ ഉണ്ടോ കടുവയെ പോലെ? ഇവനെ പോലെ ഒരു ഭീകരം വേറെ ഇല്ല കേട്ടോ. ഭയങ്കര ആക്രമണകാരിയാണ്. ഇവന്മാർ കൂട്ടം കൂടി കഴിഞ്ഞാണല്ലോ ഇവന്മാർ പകർത്തല. ഇപ്പം രാവിലെ കലിപ്പിലാണല്ലോ. ഏഷ്യയിൽ കാണപ്പെടുന്ന ആന്റിലോപ്പുകൾ എന്ന് വെച്ചാൽ എന്തുവാ? മറ്റേ മാൻ വർഗത്തിൽപ്പെട്ടായിരിക്കും അല്ലേ? പ്രായപൂർത്തിയായ ആന്റിലോപ്പുകളിൽ ഏറ്റവും വലുത്. പ്രായപൂർത്തിയായ ആൺ നീലക്കാള നീല കലർന്ന ചാര നിറത്തിൽ കാണും. അതുകൊണ്ട് അങ്ങേ അറ്റത്ത് 2 കണ്ണം കിടപ്പുണ്ട്. ഭാരതത്തിൽ ഹിമാലയ പർവ്വതത്തിന് താഴ്വരയിലും തെക്ക് മൈസൂർ വരെയും കാണപ്പെടുന്നു. ഒരു വർഷത്തിൽ 2 കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാവും. ശരാശരി ആയുസ് 21 വർഷം. ഇതെല്ലാം പക്ഷികളല്ല കേട്ടോ. മക്കാവുത്തത്ത, മക്കാവുത്തത്ത, എലക്സ് പാരറ്റ്, സൺ കൊനൂർ, പച്ചച്ചിറകുള്ള മക്കാവുത്തത്ത, ആഫ്രിക്കൻ ചാരത്തത്ത, മുള്ളം പന്നി, മിഡിൽ ഈസ്റ്റ് ദക്ഷിണേന്ത്യ മിഡിൽ ഈസ്റ്റ് എന്നിവ കാണുന്നു. ഭാരം 11 തൊട്ട് 18 വരെ വരും കേട്ടോ. 70 സെൻറ്റിമീറ്റർ തൊട്ട് 90 സെൻറ്റിമീറ്റർ വരെ പൊക്കം വരും. സസ്യബുക്ക്. ഗർഭകാലം 112 ദിവസം. ജീവിത കാലയളവ് 20 തൊട്ട് 27 വർഷം വരെ ജീവിക്കും കേട്ടോ. നല്ല രസമുണ്ടല്ലേ? കുറേ മാറ മുള്ളൊക്കെ പൊഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. ഓ കുഞ്ഞിതാ കേട്ടോ അതൊക്കെ. ബട്ടർഫ്ലൈ പാർക്ക്, ചിത്രശലഭ പാർക്ക്. വാ, ഇത് കുറേ പൂച്ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 1-2 ഫൗണ്ടനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിലൊരു വനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 1-2 പറവയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ. അത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അല്ലേ? നല്ല രസമുണ്ട് കാണാൻ. നല്ല ഭംഗിയുണ്ട്. യെസ്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് കേട്ടോ. 1-2 തത്തയും
കണ്ണാടി മുതല സൗത്ത് അമേരിക്കൻ ഭാഗങ്ങളിലും കൂടുതൽ കാണുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ വാക്സ് കൊണ്ട് ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കുന്നല്ലേ. ഇവിടെ നനങ്ങിക്കൂടെ സ്വർണ്ണ അവിടെ മരിച്ചു കിടന്നു. ആഫ്രിക്കയിലെ പുൽമേലും തുറസായ മരത്തെ പോലും മരുഭൂമിയിലും കാണപ്പെടുന്നു. ജീവിച്ചിരിക്കുന്നവരിൽ 2 ജാതി ഒട്ടകപ്പക്ഷിയുണ്ട്. സാധാരണ ഒട്ടകപ്പക്ഷി, സൊമാലിയ ഒട്ടകപ്പക്ഷിയും. സാധാരണ ഒട്ടകപ്പക്ഷിയും സൊമാലിയ ഒട്ടകപ്പക്ഷിയും കൂട്ടമായി കാണപ്പെടുന്നു. ഒരു കൂട്ടത്തിൽ 12 എണ്ണം വരെ കാണും. ആധിപത്യമുള്ള പെൺ ഒട്ടകപ്പക്ഷി 7 മുതൽ 10 വരെ മുട്ടകൾ കൂടിൻ്റെ മധ്യഭാഗത്തായി നിക്ഷേപിക്കുന്നു. പെൺപക്ഷി പകൽ സമയത്തും ആൺപക്ഷി രാത്രി കാലങ്ങളിൽ അടയിരിക്കുന്നു. ആൺപക്ഷിയുടെ കറുത്ത നിറം രാത്രി ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നു. ഇവിടെ ആരണ്ടിരിപ്പുണ്ട്. ഒച്ചോടാ നമ്മുടെ മരപ്പെട്ടി. അവനെ ആരാണ്ട് ചതിച്ചതാ. അടിപൊളിയാട്ടോ. നല്ല എയർ കണ്ടീഷൻ സെറ്റപ്പാ. കിടക്കുന്നുണ്ട്. ആഹാ, അവനെ കഴിക്കാൻ വേണ്ടി ഒരു കോഴിയുടെ ഇട്ടിട്ടുണ്ട്. കോഴി 2 പേരുണ്ട് കേട്ടോ. ഒരുത്തൻ അപ്പുറത്തെ ഇത് വരുമ്പോ കേട്ടോ. അടിപൊളി. മൂലയ്ക്ക് ചുരുണ്ട് വളഞ്ഞ് പൂജ ചെയ്യുക. തലയൊക്കെ അതിനകത്ത് ചുരുട്ടി കയറ്റി വെച്ചേക്കുക. ഒരെണ്ണം താഴെ കിടപ്പുണ്ട്, ഒരെണ്ണം മേളിൽ കിടപ്പുണ്ട്, തടിയേലും കിടപ്പുണ്ട്. ആമേ നീർക്കോലി കാണാനല്ലോ. നീർക്കോലി ഉണ്ട്. ദേ കണ്ടോ, നീർക്കോലിയുടെ തല മാത്രമേ വരുന്നുള്ളൂ. അതെ, കാണാവോ? ഈ ഗ്ലാസ്സിൽ മറ്റേ ചെളിയുള്ളതുകൊണ്ട് അത് ക്ലിയർ ആവുന്നില്ല. 1, 2, 3, 5 എണ്ണം ഉണ്ട്. കാട്ടുപാമ്പ്. പേരുമായിട്ട് ആകെ സാമ്യമുള്ള അവനാട്ടോ. കരികുരിയൻ പാമ്പ്. അവരുടെ കളറും അങ്ങനെ തന്നെ. പെരുമ്പാമ്പ് 2 എണ്ണം ഉണ്ട് കേട്ടോ. ഒരു നാട്ടുപത്തിലൊക്കെ ഇറങ്ങുന്നത്, ഒരു പാറപ്പുറത്ത് കിടപ്പുണ്ട്. നക്ഷത്രാമയുണ്ട്, പക്ഷെ ആ പുത്തിനകത്ത് കാണാവോ? ഇല്ലല്ലോ. കാണാവോ? ആ ഇരിക്കുന്നതാണ് നക്ഷത്രാമ. ചിരട്ട കമത്തി വെച്ചത്. ഗ്രീൻ അനാക്കോണ്ട. ഈ വെള്ളത്തിൽ വരുന്നുണ്ടോ? അടിപൊളിയല്ലേ? വെള്ളത്തിനകത്ത് വെക്കും. ആഹാ, കോബ്ര. ഇങ്ങനെ പത്തി ഉണ്ടല്ലോ, എല്ലാം വീതി ആയിരിക്കും പത്തിക്ക്. മറ്റേ പാമ്പിന് ഇങ്ങനത്തെ പത്തി പോലെ ഇവന് വീതിയിലാണ് പത്തി കൊടുക്കുന്നത്. കുഞ്ഞ് പീക്കിലാച്ചി കിടക്കുന്നതാണ് കുഞ്ഞത്. അത് വലുതും കിടപ്പുണ്ട്. എടാ, ഇവിടെ ഒരു സാധനം കിടക്കുന്നുണ്ടോ? 20 മൂരി. ഇവരെ മണ്ണിനകത്ത് പറ്റി കിടക്കും കേട്ടോ. എൽ ഷേപ്പിൽ ഒടിച്ചു വെച്ചേക്കണോ? ഉണ്ടാവും. അപ്പൊ നമ്മുടെ സൂന്ന് പുറത്തിറങ്ങി. വാ, നമുക്ക് നാരങ്ങാവെള്ളം വല്ല കുടിക്കാം. ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു.